Good morning, welcome to day 8 or whatever, like day 8 അല്ല day 7. So മോർണിംഗ് കാര്യങ്ങളൊക്കെയാണ്. അതായത് പപ്പ കഞ്ഞി കുടിക്കുന്നു. പപ്പ കുറച്ചും കൂടി എടുക്കൂ. അമ്മ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് പപ്പയെ കൊണ്ട് ആ ഫുൾ കഞ്ഞി കുടിപ്പിക്കാൻ. ഗുഡ് ബോയ്, കഞ്ഞി ഫുള്ളെടുത്തു. അപ്പം ഇത് നോർമൽ കഞ്ഞിയല്ല കേട്ടോ, ബൈ ദ വേ ദിസ് ഇസ് ചെറുപയർ, പിന്നെ എന്തൊക്കെയോ പയറുകളൊക്കെ ഇട്ടിട്ടുള്ളൊരു കഞ്ഞിയാണ്. ഔഷധക്കഞ്ഞി എന്നൊക്കെയാണ് അമ്മ അവിടെ പറയാറ്. അവിടെ അതുകൊണ്ട് ഒരാൾ ഉറക്കത്തിലാണ് ഇപ്പോഴും. മമ്മി ഇവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ്. രാവിലത്തെ കോലായതുകൊണ്ട് അമ്മയ്ക്ക് തീരെ ക്യാമറയുടെ മുന്നിൽ വരാൻ താല്പര്യമില്ല. അപ്പോൾ അമ്മ ചിക്കൻ കറിയൊക്കെ ഒന്ന് ചൂടാക്കുകയാണ്. പിന്നെ അമ്മ നെയ്ച്ചോറ് അവിടെ വെക്കുകയാണ് പപ്പയ്ക്ക് ലഞ്ചിന് കൊണ്ടുപോകാൻ. ഞാനാണെങ്കിൽ ബ്രഷ് പോലും ചെയ്തിട്ടില്ല. ഓക്കെ, എനിക്ക് 9 പപ്പ പോവുക. വ്യാഴാഴ്ച സ്പോർട്സ് ഷോ ഇടുക. അയ്യോ, മൊബൈൽ സെയിം ബട്ട് ഡിഫറെന്റ്. നോക്കി പോയിക്കോളും. മെല്ലെ പോയാ മതി കേട്ടാ, ഓടണ്ട. ഇതൊരു അമ്മ ഉണ്ടാക്കുന്ന, രാവിലെ അമ്മ എപ്പോഴും കുടിക്കുന്ന വെള്ളമാണ് കേട്ടോ. അമ്മ എല്ലാവരെയും കുടിപ്പിക്കും. ഇതിൽ ഇത്തിരി വാം വാട്ടറാണ്. വാം വാട്ടറിൽ അജ്വൈൻ സീഡ്സ്, പിന്നെന്താ ഉലുവയാ, എന്താണ് അമ്മ ഇതിലിടുന്നത് ഈ വെള്ളത്തില്? അജ്വൈൻ സീഡ്സും ഉലുവയും. ഏതൊക്കെയാണ് അത് പറയേ? നല്ല ജീരകം, അയമോദകം, പിന്നെ കരിഞ്ജീരകം, പിന്നെ ഒരു ഇഞ്ചിയുടെ കഷ്ണം, ഒരു വെളുത്തുള്ളി. പെരിഞ്ജീരകം, നല്ല ജീരകം, അജ്വൈൻ സീഡ്സ്, ഉലുവ, ഇഞ്ചി, വെളുത്തുള്ളി. അതുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ ഇടുന്നത്. വെച്ചാൽ അത് വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ആ ഇത് എസൻസ് ആ വെള്ളത്തിലോട്ട് വരും. എന്നിട്ട് അതൊരു ഇളം ചൂടിൽ ഇത്തിരി നാരങ്ങ പിഴിഞ്ഞിട്ട് നമ്മൾ കുടിക്കുന്നതാണ് നല്ലത് എന്നാണ് അമ്മ പറയുന്നത്. സോ എനിക്കിഷ്ടമാണ്, അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമാണ്, ഞാൻ കുടിക്കും. എന്താണ് പപ്പ ഫുഡ് കഴിച്ചാ? ഇന്ന് നല്ല ഐശ്വര്യം ഉണ്ടല്ലോ. ഞാനൊന്ന് മേലൊക്കെ കഴുകി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോഴാണ് പപ്പ വിളിച്ചത്. ഇനി ഞങ്ങൾ ഇന്നത്തെ ഭക്ഷണം മിസ് നെയ്ച്ചോർ ആൻഡ് ചിക്കൻ കറി. ഇന്ന് രാവിലെ അമ്മ ഉണ്ടാക്കണ്ടായിരുന്നല്ലോ പപ്പയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ലഞ്ച്. അയ്യടി മമ്മി ഗിരിജ. എവിടെ എൻ്റെ അതെടുത്ത് ചിക്കൻ കറി എടുത്ത മതി. അതിനെന്താ അത്രയും ദൂരെ കൊണ്ട് വെച്ചിരിക്കണം? അത് ഞാൻ സ്പൂണൊന്നും എടുത്തിട്ടുണ്ടാവില്ല കേട്ടാ. ഞാൻ അങ്ങനെ കൊണ്ടുണ്ടോ എന്താ ഞാൻ ബിഗ് ബോസ് കാണാണ് ഗൈസ്. ഓ മൈ ഗോഡ്, ആകെയുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് അപ്പാർട്ട് ഫ്രം ദിസ് എൻ്റർടൈൻമെൻറ്റ്. ഇന്നെന്താ മറ്റേ പ്രോൺസ് ബിരിയാണി ആണോ? ചിക്കൻ റോസ്റ്റും ഉണ്ട്, പിന്നെ എന്താണ് ചെമ്മീൻ ബിരിയാണി ഉണ്ട്, പല വിഭവങ്ങളാണ്. ഞങ്ങൾക്ക് ഇന്നലെ എന്താ ചിരിയൊക്കെ നന്നായി ചിരിക്കുകയാണ്. എന്താ ചെയ്യാനാ?
ഗോഡ്, ഇതിനൊക്കെ ഓക്കെ. ആഹാ, നല്ല കുത്തു. ഉറങ്ങി എഴുന്നേറ്റതേ ഉള്ളൂ. ദാറ്റ് ഇസ് വൈ മൈ ഹെയർ ലൈക്ക് ദിസ്. ഞാൻ ക്ലാസ്സിൽ വെച്ചിട്ടുണ്ട്. ഗ്ലാസ്സിൽ ഒഴിച്ചു തരാം. കൊണ്ടാ എന്നാ മുക്കി കുടിക്കാൻ സുഖം. അത് ഓഫാക്കും. ചൊത്തിന് എന്താണ് മുടിയൊക്കെ കാട്ടി വെച്ചിങ്ങനെ മതി. കഴിക്കി മമ്മീസ് ഹെഡ് മസാജ്. മമ്മീസ് ഹെഡ് മസാജ്. ആരത് വന്നത്? പാപ്പട സ്വത്ത് എവിടെ? ഓക്കെടാ, സ്നേഹാണ് മോനെ. എന്താണ് ഇവിടെ പരിപാടി? ഒരു പരിപാടി പപ്പ ഇതാ ഇവിടെ സലാഡിന്റെ ഇത് കട്ട് ചെയ്യണോനെ. സാലഡിന് വേണ്ടി കട്ട് ചെയ്യണു. അമ്മ ചിക്കൻ ഡ്രൈ ഫ്രൈ ചെയ്യണം. നമ്മള് എഗ്, ബോയിൽഡ് എഗ്സ്, ആൻഡ് ബോയിൽഡ് എഗ്സ്. ഞങ്ങള് ഞങ്ങള് ഇന്ന് കുറച്ച് നേരത്തെ ഞങ്ങള് ഡിന്നർ കഴിക്കുകയാണ്. ബിക്കോസ് ഞങ്ങള് കുറച്ച് കഴിഞ്ഞാൽ ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടി പുറത്തേക്ക് പോകും. ഇവിടെ കോർണേഷൻ, എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ നമ്മളൊരു സിറ്റി വ്യൂ കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നല്ലോ. അവിടെ ഒരു സ്പോട്ടിൽ നിന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നല്ലൊരു വ്യൂ കിട്ടും. അവിടെ പോയിട്ട് ഞങ്ങൾ ഇരുന്ന് ചില്ല് ചെയ്യാൻ പോവുകയാണ്. സോയാ, അത്രേ ഉള്ളൂ. ഞാൻ കഴിക്കട്ടെ. ഞങ്ങൾ റെഡിയായി പുറത്ത് കാറ്റ് കൊള്ളാൻ പോവുകയാണ്. ആഫ്റ്റർ ഡിന്നർ, പോസ്റ്റ് ഡിന്നർ കാറ്റ് കൊള്ളൽ എന്താണ് ഞാൻ പറയുന്നത്, കാറ്റ് കൊള്ളാൻ വേണ്ടി പോവുകയാണ് അല്ലേ? ഇതൊക്കെ ഇടുട്ടാ. ഒരു 5 വയസ്സ് എനിക്ക്, ഈ 5 വയസ്സൊക്കെ ഉണ്ട്. 5 വയസ്സൊക്കെ ഉണ്ട്. ഓ, കപ്പിൾസ് എന്താണ്? ഈ കാണുന്നതാണ് കോർണിഷ്. ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കോർണിഷിന് ഈ സൈഡിൽ നിന്ന് കാണാൻ നല്ലൊരു വ്യൂ ആണ്. ആർക്കാണ് നൈറ്റ് റൈഡ് ഇഷ്ടമല്ലാത്തത്? അതേമാതിരി ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ് നൈറ്റ് റൈഡ്. അപ്പം നോർമലി പപ്പ ഓഫീസ് കഴിഞ്ഞ് വരുമ്പോഴത്തേനും ടയേർഡായിട്ട് വരുന്നതുകൊണ്ട് നമ്മളങ്ങനെ പോകാറൊന്നുമില്ല നൈറ്റ് റൈഡായിട്ട്. ഇപ്പം ഇന്ന് ഞങ്ങൾ നേരത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാം ആയതുകൊണ്ട് ഞങ്ങൾ നൈറ്റ് ഇങ്ങനെ ഒരു നല്ല പീസ്ഫുള്ളായിരുന്നു. അധികം തിരക്കും ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ എത്ര വട്ടവും ഈ കോർണിഷ് ഈ ഏരിയയിൽ കൂടെ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിലും എല്ലാ വട്ടവും പോകുമ്പോഴും ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീൽ പോലെയാണ് എപ്പോഴും. അതിങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്ന പോലെ തോന്നുന്നു എല്ലാ വട്ടം നോക്കുമ്പോഴും. സോ ഇറ്റ്സ് റിയലി വെരി ബ്യൂട്ടിഫുൾ. ഈ ഒരു ഏരിയയ്ക്ക് പറയുന്നതാണ് വെസ്റ്റ് ബേ എന്ന്. കാരണം ഇതൊരു നമ്മുടെ കോർണിഷിൻ്റെ വെസ്റ്റ് സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. അപ്പം ഞങ്ങൾ ആദ്യം വന്നിട്ട് ഇവിടെയാണ് കുറച്ച് നേരം ഇരുന്നത്. ഞങ്ങൾ കുറച്ച് നേരം ഈ ഒരു സ്പോട്ടിൽ ഇരുന്ന് ഇനി ഞങ്ങൾ വേറെ ഇതിൻ്റെ ഡയറക്ഷനിൽ പോയിട്ടിരിക്കുകയാണ്. ഇനി ഫുൾ വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഇരുന്നിട്ട് കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. അവിടെയാണ് കുറച്ചും കൂടി ഒരു നല്ലൊരു വ്യൂ ഉള്ളത്. ഇവിടെ നിന്നും ഉണ്ട്, പക്ഷെ അത്ര ഒരു ഇത് ഇല്ല. എന്താ ഈ ബിൽഡിംഗ് പപ്പട ഓഫീസ് എന്ന് പറയുന്നത്? അത് ഇന്റർകോണ്ടിനെന്റൽ ഹോട്ടലാണ്. ഓക്കേ, ഇതാണല്ലേ പപ്പട ഓഫീസ് ബിൽഡിംഗ്? ഓഫീസിന് തൊട്ടടുത്തുള്ള ബിൽഡിംഗ്. ഓക്കെ ഓക്കെ. HR ഒക്കെ ഉള്ള. ഓ, ഇതാണ് പപ്പട ഓഫീസ് ബിൽഡിംഗ്. പപ്പയുടെ വർക്ക് പ്ലേസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് കൊണ്ടുവന്നിരിക്കുകയാണ് ഞങ്ങള്.
ഈ കാണുന്നത് ഈ ബിൽഡിംഗ് ആണ് പപ്പയുടെ ജോലി ചെയ്യുന്ന. ഇതിൽ എത്രാമത്തെ ഫ്ലോറാന്നൊന്നും എനിക്കറിയില്ല. ഇതിലാണ് പപ്പ വർക്ക് ചെയ്യുന്നത്. ഓ മൈ ഗോഡ്, ഇത് എത്രയെന്നറിയോ? 15 നില വരെ ഓഫീസാ. അത് കഴിഞ്ഞ പിന്നെ അങ്ങോട്ട് ഓ മൈ ഗോഡ്. പപ്പനെ നോക്കി. ഇത് പപ്പയുടെ ഓഫീസിലെ സെക്യൂരിറ്റി മാനാണ്. അപ്പൊ അങ്ങനെയായിട്ട് പപ്പ ഒന്ന് സംസാരിക്കുകയായിരുന്നു. എന്തൊരു അനുസരണ, എന്തൊരു അനുസരണ. ഓക്കെ 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 ഓക്കെ. നമ്മൾ കോർണിഷിൻ്റെ ഈ ഒരു ഏരിയ, ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഭാഗം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഫുൾ വണ്ടി ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, ഇതാണ് അടിപൊളി. ഇവിടെ ഇങ്ങനെ ആൾക്കാർ വന്ന് ഇങ്ങനെ സൈഡിലൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഈ ഒരു സിറ്റി വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ചിൽ ചെയ്യും. അങ്ങോട്ടൊക്കെ ആ ബോട്ടൊക്കെ താങ്കൾ എന്താ ഉദ്ദേശിക്കുന്നത്? മൈ ബ്യൂട്ടിഫുൾ മോമി. എവിടെ പാപ്പ? പപ്പ എവിടെ? എന്ത് രസാലേ, എനിക്ക് ഭയങ്കര ഇഷ്ടാണ്. ഇതാണ് പാർലമെന്റ്, ഖത്തറിലെ പാർലമെന്റ്. ഇവിടെയാണ് എല്ലാ ഡിസിഷൻസും നടക്കുന്നത് അല്ലേ പാപ്പ? അങ്ങനെ 12 മണിയായി. 12 മണി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി കയറി ഞങ്ങളുടെ വില്ല. ഇപ്പം ചെറുതായിട്ടൊക്കെ ഉറക്കം വരുന്നുണ്ട്. ഞാൻ ഒന്ന് കാറിൽ ചെറുതായിട്ടൊന്ന് മയങ്ങി. ഞങ്ങൾ ടയർഡൊന്നും അല്ല, പക്ഷെ ഉറക്കം വരുന്നുണ്ട്. കാരണം സമയം 1:30 അല്ല 12:30 അല്ലേ? 1 മണി. ഓക്കെ, 1 മണിയായി. അപ്പോൾ എല്ലാവരും 1 മണിയായി കറങ്ങി വന്നപ്പോഴേക്കും. ഓക്കെ, അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല, നമുക്ക് കിടക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. യാ, ഗുഡ് നൈറ്റ്. ആൻഡ് ഇത്രയേ ഉള്ളൂ. അപ്പം നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ.